മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച അമ്മാവന് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ടുണ്ടായ നേട്ടവും കോട്ടവും ഒന്ന് വിലയിരുത്താമോ? കോട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കോട്ടം ഓടിപ്പോയ എൻ്റെ ഈ ശരീരമാണ്. കുതിരപ്പട്ടാളത്തിൻ്റെ ചവിട്ടും പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനവും കൊണ്ട് കിട്ടിയ ഒരു വലിയ സമ്പാദ്യമാണിത്. നേട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാ അവളാണ് എൻ്റെ നേട്ടം. മോൾ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട്? ഇന്നലെ മദറിന്റെ ഫീസ്റ്റ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ വൈകി. മോളെ, പത്രക്കാരാ, മുത്തച്ഛനെ കാണാൻ വന്നതാ. ആ മോൾ ഇത്തിരി കാപ്പി എടുക്കും. ശരി മുത്തച്ഛ. എൻ്റെ മകളുടെ മകളാ രേഖ. ഞാൻ ഒളിവിൽ പോകുമ്പോൾ എൻ്റെ മോള് ദാക്ഷായണി ഇവിടെ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ജയിൽവാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അവളുടെ സ്ഥാനത്ത് മറ്റൊരു കുഞ്ഞ്. അവളാണിപ്പോൾ കയറിപ്പോയത്. അമ്മയില്ലാത്ത, അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു കുട്ടി. അവളാണ് എൻ്റെ നേട്ടം. പാപ്പു, 40 പഴമുള്ളൂ, 5 എണ്ണം കുറവാണ്. കുറവുണ്ടാ? എങ്കി അത് മതി. ഞാൻ പറൂച്ചന്തേ പോയി ആന്ത്രോസിനോട് ചോദിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, അനക്ക് മുങ്ങാനല്ലേ. ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയാ. അവിടെ നിന്നാ മതി. ഇവിടെ 555 ഉണ്ടോ? എന്തുട്ടാ? 555 സിഗരറ്റ് ഉണ്ടോ? അയ്യോ, അത് ഇവിടെ ഇല്ല. ബിൽസോ ചാർമിനറോ തരാം. വാട്ട്? ചാർമിനറോ? 555 ഇല്ലാതെ ഇവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു? അവന്റെ ഉമ്മാടെ ഒരു 555 ദുബായി പോയി ആകാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിലെന്നും പറഞ്ഞ് വന്നേക്കാണ്. ഹിമാറ്. പാപ്പോ, കോഴിമുട്ട തീർന്നു പോയി പാപ്പ. മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും. കടയിലിരുന്ന് അനക്ക് ശ്വാസം മുട്ടും അല്ലേ? അവിടെ നില്ലട നമുക്ക്. അനക്ക് തെക്ക് വടക്ക് തെണ്ട് നടക്കാനാ? പാപ്പോ, എന്തോ? എനിക്ക് വയറുവേദന എടുക്കണ വാപ്പ. ഹലാക്കേ, നീ കള്ളം പറയരുത്. വാപ്പ ഒരു വാപ്പയാണ് വാപ്പ. വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല വാപ്പ. വാപ്പാടെ വാപ്പാനെ പോലത്തെ വാപ്പയാണ് വാപ്പ വാപ്പ. അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്കാൻ. അല്ലേ വാപ്പ? നീ എന്റെ കൈ മേടിക്കരുത്. ഉമ്മാണ് സത്യം. ഇപ്പൊ പോയില്ലെങ്കിൽ ഇവിടെ ഒക്കെ ബേജാറാക്കും. ആ പോയരഴുക്ക് നീടാ. അവിടേക്ക് ഇരുന്ന് ആളുകൾ കാണും പാപ്പ. ആളുകൾ കണ്ട എനിക്ക് വരൂല. എന്നാ എവിടെങ്കിലും പോടാ പലാലെ. വാപ്പയാണ് വാപ്പ വാപ്പ, നല്ല വാപ്പ. ആരാടാ എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതുകൊള്ള എന്റെ ഭിത്തിയെ കൊണ്ടൊന്ന് പോസ്റ്റ് ഒട്ടിച്ചോ പോരാ, ഞാൻ ഇനി അതിന് കാവലും നിൽക്കണം. തന്നോടല്ല ചോദിച്ചത്. എത്ര കഷ്ടപ്പെട്ട് ഞാൻ എഴുതി പഠിക്കാണെന്നറിയോ? ഏതാണ് എത്ര സോക്കേട്? നീയൊക്കെ എന്നോട് എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതേടാ, ഇപ്പൊ ഒന്ന് കീറി. അതിനിപ്പോ എന്ത് വേണം? എടാ, ആ പണിക്കര് മുതലാളിയുടെ അലവിലാതി സന്തതി തീർത്തനുണ്ടല്ലോ മുരളി, അവന്റെ പിൻബലം ഉണ്ടെന്ന് വെച്ച് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ, അടിച്ചതിന്റെ ഒക്കെ മോന്നൽ ഷേപ്പ് ചെയ്യാൻ പറ്റുകളെ. നീ അടിക്കോടാ. അത് വേണ്ട. അങ്ങനെ ഒരുത്തൻ
അങ്ങനെ പിടിച്ചീർത്തി അടിക്കണ്ട. അന്തസ്സുണ്ടെങ്കിൽ ഒറ്റക്കൊറ്റ കടിയടാ. അമുക്കളെ സംഗീത പമകരി തങ്കത്തുങ്ക തതിങ്കിണ ധിംഗൃത ധിമികിട മേളം. ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റർ വലിച്ചു കീറാൻ നീ ആരാടാ? രാജാവിന്റെ മോനിലെ വിൻസൺ തോമസാ. അങ്ങനെ ഒട്ടിക്കടാ ഒട്ടിക്കടാ. അവന് പശ കൊടുക്കടാ. കൊടറാ അവന്. തേക്കടാ തേക്കടാ തേക്കടാ. അങ്ങനെ അല്ല വൃത്തിയായിട്ട് തേക്ക്. തേക്കടാ. എങ്ങനെയുണ്ട്? മതിയാ? ഒട്ടിക്കടാ. നേരെ ഒട്ടിക്കടാ. ഒട്ടട്ടടാ. ഇത് മറന്നു പോരുത് കേട്ടാ. ഹരി, നിനക്കൊന്നും പറ്റില്ല. എന്തിനാ ഹരി വെറുതെ വഴക്കുണ്ടാക്കുന്നേ? വന്നല്ലോ മഹാത്മാഗാന്ധി. അവന്മാര് പോക്കൃത്തം കാണിച്ചാൽ പോരാ, പിന്നെ എന്നെ അവരെ തല്ലും കൊള്ളണം. അല്ലോ എടാ, ഇത് നിന്നോടൊരു കാര്യം പറയാൻ വന്നാണ് ഞാൻ. മറന്നു. വാ എല്ലാരും വാ. എടാ, പണിക്കര മുതലാളിയുടെ മോൻ മുരളിയും നിന്റെ മുറപ്പെണ്ണ് രേഖയും തമ്മിലുള്ള പോക്കത്ര ശരിയാണ്? അവളെ എന്ത് വേണേ ആയിക്കോട്ടെ, ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല. പറയാൻ നിന്നാ പിന്നെ അവക്കിട്ട് എന്റെ പൊട്ടിക്കേണ്ടി വരും. നീ പൊട്ടിക്കാനും പൊളിക്കാനും ഒന്നും നിൽക്കണ്ട. അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാൽ മതി. ഞങ്ങൾ കുടുംബക്കാരെന്നുള്ള പ്രശ്നമാണ്. ഞാൻ അമ്മാവന്റെ വീട്ടിൽ ചെന്നൊന്ന് അച്ഛൻ അറിഞ്ഞാ തീർന്നു. നല്ലൊരു പെങ്കൊച്ച് കാക്കവത്തി പോകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതൊക്കെ അവിടെ നിർത്ത്. ഞാൻ വാരികയിൽ കവിതകൾ അയച്ചിട്ട് ഒരുപാട് നാളായി. യാതൊരു വിവരവും ഇല്ല. ഒന്ന് പോയി അന്വേഷിച്ചാലോ? ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത. അതെല്ലാം കണ്ട് വാ 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 വാ, എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട്. നമുക്ക് ഒന്നിച്ചു പോവാം. എന്നാ പോവാം. നീ വരുന്നോ? വരുന്നോ? കായുണ്ടോ കയ്യില്? ഇനി ഇപ്പൊ കായ ഉണ്ടെങ്കിലും ഞാനില്ല. നിങ്ങ വേണമെങ്കിൽ പോയിക്കോ. അതെന്താ? സിറ്റിയിൽ എന്ത് തിരക്കാണ്, എന്തും വേണ്ടും റോഡാണ്. ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി. ഞാനില്ല, ഞാൻ വഴിയേറ്റി പോവും. എടാ, ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റില്ലല്ലോ. എടാ ഹമുക്കേ, ആണുങ്ങൾ വഴിതെറ്റിയ കണ്ടുപിടിക്കാൻ പറ്റൂലടാ. ഒന്ന് നിർത്തടാവൂ. ആ കായിന് അരിപ്പം അങ്ങനെ വഴിയുണ്ടാക്കാം. അങ്ങനെ അട്ടപ്പടലേ എന്ന് പറയട്ടെ. എടാ, മറ്റേ കൊലം കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, നീ താഴെ ഇറങ്ങി. ആ തിളങ്കൊല ഇതുകൊണ്ടെന്നാ ചെയ്യാനാ? ഇതൊക്കെ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. നിന്റെ തേങ്ങ എല്ലാം എടുത്ത് ആ തെങ്ങിനെ വേണ്ട വെച്ചോ. ഒരു കാര്യം ഞാൻ പറയാം, കൈ കാശില്ലാന്ന് പറഞ്ഞു കൊലച്ചു കൊടുക്കല്ലേടാ. എടാ, ഇറങ്ങി പോരെ. വാ വാ വാ, ഒന്ന് പിടിച്ചു. 1 2 ഒന്ന് 3 പിടിക്കണം. 4. ഒന്ന് നിർത്തടാ നിരണത്. ഇവിടെ വെള്ളം കുടിക്കാൻ കായില്ലായിരിക്കും. എനിക്ക് തിന്നാൻ കുറച്ച് ഞാഞ്ഞൂല് പോലത്തെ സാധനം. എന്താണ് ഹരി അത്? നൂഡിൽസ്. അഡിൽസ്. അത് തന്നെ, അത് കുറച്ച് നീ മേടിച്ചു. വരുന്നില്ല? ഞാനില്ല, ഞാൻ ഒരു പ്രാവശ്യം പട്ടണത്തിൽ പോയിട്ടുള്ളൂ. അന്ന് ബാപ്പാടെ കൈവരലുമെന്ന് വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട്. പിന്നെ ഉമ്മാടേയും ബാപ്പാടേയും ഭീമാപ്പള്ളിയിലൊക്കെ ഉള്ള നേർച്ചയുടെ ബലം കൊണ്ടാണ് ആ മീൻകാരൻ അമ്മ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അതിന് ഞങ്ങളൊക്കെ ഇല്ലേ? എന്തിനാ നീ പേടിക്കുന്നേ? ഞാനില്ല, നമുക്ക് വേണമെങ്കിൽ പറൂര് പോവാം. ഓടാ വേണ്ട. ഇവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്രമാസത്തിലല്ലേ? അതിന് പറവൂർ പോകുന്ന എന്തിനാ? നീ വാ. ഞാനില്ല, എന്തായാലും ഞാനില്ല. നിങ്ങൾ പോയിട്ട് വാ. ടാറ്റാ ടാറ്റാ. ടാറ്റാ. ആ ടാറ്റാ.